ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നെട്ടോട്ടത്തിലാണ്. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയായിരുന്നു ഇന്ന് ഡൽഹിയിലെ പ്രചാരണ രംഗത്ത് ഏറ്റവും പ്രധാനം. ഫെബ്രുവരി 5-ന് വസന്തം വിരിയുമെന്നാണ് മോദി പറഞ്ഞത്. साथियों, बसंत पंचमी के साथ ही मौसम बदलना शुरू हो जाता है। तीन दिन बाद 5 फरवरी को दिल्ली में विकास का नया बसंत आने वाला है। അതേസമയം ആം ആദ്മി പ്രവർത്തകരെ ആക്രമിച്ച ബിജെപി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ രാകേഷാണ് നൽകുന്നത്. രാകേഷ്, അവസാന ലാപ്പിലെ പ്രചാരണം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? ഡൽഹിയിൽ പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ന് ഏതായാലും ആർകെപുരത്തെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രത്യേകിച്ച് MLA-മാരുടെ രാജി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ ആയുധമാക്കിയിരിക്കുകയാണ് ആ വിഷയം. കാരണം മോദി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെ ഉപയോഗിച്ചായിരുന്നു മോദിയുടെ വിമർശനം. അതായത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചൂലാണ്, പക്ഷേ ഈ ചൂടിന്റെ കെട്ടഴിഞ്ഞു പോയ നിലയിലായിരിക്കുകയാണ് കാര്യങ്ങൾ എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. കാരണം 8 MLA-മാരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചതും പിന്നീട് BJP-യുടെ ഭാഗമായതും. ഏതായാലും ആ വിഷയം ആയുധമാക്കുകയാണ് നരേന്ദ്രമോദി. കാരണം 11 വർഷമായി ഡൽഹിയുടെ വികസനം മുടക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വസന്ത പഞ്ചമി വരുന്നതോടുകൂടി ഡൽഹിയിൽ വസന്തം, തണുപ്പ് മാറി വസന്തം വരുന്നതുപോലെ പുതിയ വസന്തം, വികസനത്തിന്റെ പുതിയ വസന്തം വരും ഡൽഹിയിൽ എന്നാണ് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഏതായാലും നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രത്യേകിച്ച് വിവിധ മന്ത്രിമാരെ, പഞ്ചാബിൽ നടക്കമുള്ള മന്ത്രിമാരെ അടക്കം ആം ആദ്മി പാർട്ടിക്കായി ഇവിടെ പ്രചാരണ രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. ഇത്തവണ അവിടെ ഭരണം നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പ്രചാരണം നടക്കുന്നുണ്ട്. കോൺഗ്രസും തിരിച്ചുവരവിന്റെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിലെങ്കിലും നിർണായകമായ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ചൊരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.